അമേരിക്കയിൽ വന്ന് ജോലി ചെയ്യണമെന്നും ഇവിടെ സ്ഥിരതാമസമാക്കണമെന്നും ആഗ്രഹിക്കാത്ത ഇന്ത്യക്കാർ ചുരുക്കമാണ്. എന്നാൽ ഈ സ്വപ്നം മുതലെടുത്ത് വലിയൊരു ചതിക്കുഴി ഒരുക്കി വെച്ചിരിക്കുകയാണ് ചിലർ. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു വാർത്ത നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. ബോസ്റ്റണിൽ 10 ഇന്ത്യക്കാരെ അമേരിക്കൻ ഫെഡറൽ ഗ്രാൻഡ് ജൂറി കുറ്റക്കാരായി കണ്ടെത്തിയിരിക്കുന്നു. ഇതിൽ 10 പേരും ഇന്ത്യക്കാരാണ്. ഇവർ ചെയ്തത് കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. അമേരിക്കയിൽ യു വിസ എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം വിസയുണ്ട്. ഇവിടെ ഏതെങ്കിലും ഒരു വലിയ കുറ്റകൃത്യത്തിന് ഇരയാകുന്നവർക്ക് നൽകുന്ന വിസയാണിത്. കുറ്റപത്രത്തിലെ വിവരങ്ങൾ പ്രകാരം 2023 മാർച്ചിൽ മസാച്യുസെറ്റ്സിലെയും പരിസര പ്രദേശങ്ങളിലെയും മദ്യശാലകളിലും ലഘുഭക്ഷണശാലകളിലുമായി കുറഞ്ഞത് 6 വ്യാജ കവർച്ചകളെങ്കിലും ഈ സംഘം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയെന്നാണ്. കവർച്ചാ നാടകത്തിന്റെ ഭാഗമായി തോക്കുമായി എത്തുന്ന കവർച്ചക്കാരൻ കടയുടമയോ ജീവനക്കാരെയോ ഭീഷണിപ്പെടുത്തുകയും പണം തട്ടിയെടുത്ത് കടന്നു കളയുകയും ചെയ്യും. ഈ ദൃശ്യങ്ങൾ കടയിലെ CCTV ക്യാമറയിൽ പതിഞ്ഞുവെന്ന് ഇവർ ഉറപ്പുവരുത്തിയിരുന്നു. കവർച്ചക്കാരൻ രക്ഷപ്പെട്ട് 5 മിനിറ്റെങ്കിലും കഴിഞ്ഞ ശേഷമാണ് ഈ ഇരകൾ പോലീസിനെ വിവരം അറിയിക്കുന്നത്. നിലവിൽ പിടിയിലായ പ്രതികൾക്ക് ശിക്ഷാ കാലാവധി പൂർത്തിയായാൽ ഉടൻ തന്നെ അമേരിക്കയിൽ നിന്ന് നാടുകടത്തൽ നടപടികൾ നേരിടേണ്ടി വരുമെന്ന് US നീതിന്യായ വകുപ്പ് വ്യക്തമാക്കി. കേസിലെ പ്രതികളായ രമേഷ് ഭായ് പട്ടേലും റോണക് കുമാർ പട്ടേലും നിലവിൽ ഇമിഗ്രേഷൻ വിഭാഗത്തിന്റെ കസ്റ്റഡിയിലാണ്. ഇവരെ നിബന്ധനകളോടെ നേരത്തെ വിട്ടയക്കുകയും ചെയ്തിരുന്നു. ഒടുവിൽ അമേരിക്കൻ അന്വേഷണ ഏജൻസികളായ FBI ഇത് കണ്ടുപിടിച്ചു. ഈ ഒരു സംഭവം നമ്മുടെ കണ്ണ് തുറപ്പിക്കേണ്ടതാണ്. അമേരിക്കൻ വിസയ്ക്ക് മറ്റു കുറുക്കുവഴികളൊന്നുമില്ല. ഏജന്റുമാർ പറയുന്ന വശ്യമനോഹരമായ വാക്കുകളിലും വീഴരുത്. ബോസ്റ്റണിലെ ഈ സംഘം ചെയ്തതുപോലെ നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്താൽ അമേരിക്കൻ മണ്ണ് നിങ്ങൾക്ക് എന്നേക്കുമായി നഷ്ടപ്പെടും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറയാം. വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ പ്രധാനമായി 3 കാര്യങ്ങളാണ് നോക്കേണ്ടത്. 1, നിങ്ങൾ പോകുന്നത് ഏതുതരം വിസയിലേക്കാണെന്ന് കൃത്യമായി ബോധ്യമുണ്ടാകണം. സന്ദർശക വിസയാണോ, പഠിക്കാനാണോ, അതോ ജോലിക്കാണോ? ഓരോന്നിനും കൃത്യമായി നിയമങ്ങളുണ്ട്. 2ാമത്തെ കാര്യം പണമാണ്. വിസ ഫീസ് അടയ്ക്കേണ്ടത് ഔദ്യോഗിക പോർട്ടലുകൾ വഴിയാണ്, അല്ലാതെ ഏജന്റിന്റെ വ്യക്തിഗത അക്കൗണ്ടിലേക്കല്ല. 3ാമതായി നിങ്ങളുടെ രേഖകൾ. ഒരു കാരണവശാലും വ്യാജരേഖകൾ സമർപ്പിക്കരുത്. വിരലടയാളവും മുഖവും സ്കാൻ ചെയ്യുന്ന ഇന്നത്തെ കാലത്ത് കള്ളത്തരം പിടിക്കപ്പെടാൻ നിമിഷങ്ങൾ മതി. ഇപ്പോൾ കേൾക്കുന്ന മറ്റൊരു തട്ടിപ്പാണ് ജോലി വാഗ്ദാനം. ലക്ഷങ്ങൾ ശമ്പളം കിട്ടുന്ന ജോലി ശരിയാക്കി തരാമെന്ന് പറഞ്ഞു വരുന്ന ഏജന്റുമാരെ വിശ്വസിക്കുന്നതിന് മുൻപ് ആ കമ്പനി ശരിക്കും ഉണ്ടോ എന്ന് പരിശോധിക്കണം. ഇതിനായി ഗൂഗിളിൽ മാത്രം തിരഞ്ഞാൽ പോരാ, അമേരിക്കൻ ഗവൺമെന്റിന്റെ ഔദ്യോഗിക വെബ്സൈറ്റുകൾ വഴി ആ കമ്പനിക്ക് വിസ സ്പോൺസർ ചെയ്യാൻ അനുമതിയുണ്ടോ എന്ന് നോക്കാം. ലിസ്റ്റഡ് സ്പോൺസർ അല്ലാത്ത ഒരു കമ്പനിക്കും നിങ്ങളെ കൊണ്ടുപോകാൻ കഴിയില്ല. പലപ്പോഴും നമ്മൾ വിചാരിക്കും ഒരിക്കൽ അമേരിക്കൻ മണ്ണിലെത്തിയാൽ പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ അവിടെ നിൽക്കാമെന്ന്. എന്നാൽ ഓർക്കുക, 2026 അമേരിക്കൻ നിയമങ്ങൾ വളരെ കർക്കശമാണ്. വിസ നിയമങ്ങൾ ലംഘിക്കുന്നവരെ കണ്ടെത്താൻ അവർ ആധുനിക സാങ്കേതിക വിദ്യകളും ഉപയോഗിക്കുന്നുണ്ട്. OTP നമ്പറുകളോ ബാങ്ക് പാസ്വേഡുകളോ ആർക്കും കൈമാറരുത്. വിസ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു വരുന്നവർ നിങ്ങളുടെ സ്വകാര്യ വിവരങ്ങൾ ചോദിച്ചാൽ ജാഗ്രതയും പാലിക്കണം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. വിസ നടപടികൾക്കായി എപ്പോഴും അമേരിക്കൻ എംബസിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് മാത്രം ഉപയോഗിക്കുക. സംശയങ്ങളുണ്ടെങ്കിൽ വിശ്വസിക്കാവുന്ന വിസ കൺസൾട്ടന്റുകളെ മാത്രം ആശ്രയിക്കുക.